മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രായമായ സ്ത്രീ വന്നിട്ട് മോഹിനിയോടും പ്രതാപൻ്റെ അമ്മയോടുമായിട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ മൂത്ത മോള് മഹാലക്ഷ്മിയെ പോലെയുള്ള മോളാണ്, അവളെ ഉപദ്രവിക്കുന്നവരെ ദൈവം വെറുതെ വിടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ടാമത്തെ കുട്ടി ചേച്ചിയെ സ്നേഹിക്കാത്തോടത്തോളം കാലം അവളുടെ കുഞ്ഞ് ജനിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവൾക്ക് വളരെ മോശം സമയമാണ്. അവളുടെ ചേച്ചിയെ സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് മോഹിനിക്ക് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ പ്രതാപൻ്റെ അമ്മയ്ക്ക് അറിയാം ഇവരത് വെറുതെ പറയുന്നതാണ്, പ്രതാപൻ പറയിപ്പിക്കുന്നതാണെന്നൊക്കെ. അതിനുശേഷം അവർ പോകുമ്പം മോഹിനി അമ്മയോട് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ മൂത്ത മോള് മഹാലക്ഷ്മിയെ പോലെയുള്ള മോളാണെന്ന് അമ്പലത്തിലെ പൂജാരി എന്നോട് എപ്പോഴും പറയാറുണ്ടെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ മോഹിനിനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പ്രതാപം വന്നു കഴിയുമ്പം അമ്മയോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ അവരുടെ പ്രകടനം എന്ന് ചോദിക്കുമ്പോൾ പറയും, അവരുടെ പ്രകടനം നല്ല അടിപൊളി പ്രകടനമായിരുന്നു, മോഹിനി അത് വിശ്വസിച്ചിട്ടുണ്ട്, ഇവൾക്ക് വെളിവില്ലാത്തതുകൊണ്ട് ഇവളത് ഫുള്ളായിട്ടും വിശ്വസിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അതിനുശേഷം പ്രതാപനും അമ്മയും കൂടി ചേർന്ന് മോഹിനിയോട് പറയാണ്, എന്തായാലും അവരിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ നിൻ്റെ മൂത്ത മോളെ സ്നേഹിക്കാൻ തന്നെ തീരുമാനിച്ചേക്കുക, ഇനി അവളെ സ്നേഹിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനൊരു ദോഷം വരരുത് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ മോഹിനി വിചാരിക്കും നേരായിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് പ്രതാപം പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് മോഹിനിനെയും കൂട്ടി കരുണേനെയും മഹാലക്ഷ്മിനെയും വിളിക്കാൻ പോകാമെന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ അന്നവാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടി കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലേശ്വരത്തേക്ക് ഇവർ ചെല്ലണ സമയത്ത് മഹാലക്ഷ്മി ഇത് കണ്ട് സന്തോഷം കൊണ്ട് ഓടി വന്ന് മോഹിനിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മ ഇപ്പോൾ വന്നേന്ന് ചോദിക്കുമ്പോൾ പറയും, എന്താണെന്നറിയില്ല മോളെ, മുത്തശ്ശിക്കും അച്ഛനും നിന്നെയും കരുണേനെയും കാണണമെന്ന് തോന്നി, നിങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നേന്ന് പറയുമ്പോൾ മോഹിനിയുടെ അടുത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മേ അച്ഛനും മുത്തശ്ശിയും എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേന്ന് ചോദിക്കുമ്പം ഇന്നൊരു പ്രായമായ സ്ത്രീ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതുകൊണ്ട് മോളെ സ്നേഹിക്കാമെന്നാണ് അവർ പറഞ്ഞത്, ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയും, എനിക്ക് അമ്മയുടെ കൂടെ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ കണ്ണേട്ടനോട് ചോദിച്ചിട്ട് കണ്ണേട്ടൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയും. അന്ന് നമ്മൾ കണ്ണനോട് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി കണ്ണനോട് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ ചോദിക്കും, എന്താ ഇപ്പോൾ തൻ്റെ രണ്ടാനച്ഛനും കരുണയുടെ മുത്തശ്ശിക്കും തന്നോട് ഇപ്പോൾ പെട്ടെന്ന് ഇത്ര സ്നേഹം തോന്നാൻ കാരണം, ഇതിലെന്തെങ്കിലും ചതി ഉണ്ടോയെന്ന് സൂക്ഷിക്കണം, ഇനി തനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പൊയ്ക്കോ, കുഴപ്പമില്ല, 2-3 ദിവസം നിന്നിട്ട് പോരേന്നൊക്കെ പറഞ്ഞ് സമ്മതം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടത് മഹാലക്ഷ്മിക്കും മോഹിനിക്കും ഭയങ്കര സന്തോഷമാകും, കാരണം കുറേ നാളായിട്ട് മോഹിനിക്ക് മഹാലക്ഷ്മിയുടെ കൂടെ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും പോകുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും മഹാലക്ഷ്മിക്കുള്ളൊരു ട്രാപ്പാണെന്നുള്ള കാര്യം മഹാലക്ഷ്മിക്കോ മോഹിനിക്കൊന്നും മനസ്സിലായിട്ടില്ല. മിക്കവാറും മഹാലക്ഷ്മിനെ അവരവിടെ കൊണ്ടുപോയി പൂട്ടിയിടാനാണ് സാധ്യത. അപ്പം ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.